വരുമാനം 2,10,000. 10 ആഴ്ച കൊണ്ട് എത്ര കിട്ടും? 21 ലക്ഷം. ഹലോ, ഒരു വർഷത്തിൽ 52 ആഴ്ച ഉണ്ട്. എത്ര? 52 ആഴ്ച ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 52 ആഴ്ചയും ഇതേ വരുമാനം വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 1,09,00,000 രൂപ കിട്ടും. മനസ്സിലായോ? അതായത് നിങ്ങൾ ഈ ബിസിനസ്സിലെ കണക്കൊന്ന് മനസ്സിലാക്കാം. അതിനുള്ള ടീം ഉണ്ടാക്കിയാൽ മാത്രം മതി. കാരണം നമ്മളൊരു ഷോപ്പ് ഇടുമ്പോൾ ആ ഷോപ്പിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വരുന്നില്ലേ? ഷോപ്പിൽ ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം അതിന് അഡ്വാൻസ് കൊടുക്കണം, അതിന് ഇന്റീരിയർ വർക്ക് ചെയ്യണം, പലതും ചെയ്യണ്ടേ? ശരിയല്ലേ? അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടും കച്ചവടം നടന്നാലേ വരുമാനം കിട്ടൂ. കച്ചവടം നടക്കണ്ടേ? നിങ്ങൾ എന്ത് ഷോപ്പ് ആയിക്കോട്ടെ ആ രീതിയിലേക്ക് നടക്കുള്ളൂ. എന്നെ സംബന്ധിച്ചോ ഞാൻ ഒരു കട പോലും ഇട്ടിട്ടില്ല, ഒരു വിസിറ്റിംഗ് കാർഡ് പോലും അടിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഓരോ ആഴ്ചയും ലക്ഷങ്ങളെ കച്ചവടം നടക്കുന്നുണ്ട്. വിത്ത് പ്രൂഫ്. ഞാൻ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഇൻവെസ്റ്റ്മെന്റോ റിസ്കോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് നമ്മളെ ജംനാ സാറ് പ്ലാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതായത് നമ്മൾ സാധനം എടുത്ത് വിറ്റാൽ ലാഭം കിട്ടും. എന്ത് കിട്ടും? അതായത് ഒരു പേസ്റ്റ് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ 50 രൂപ കിട്ടും. ഇനി അത് പേസ്റ്റ് നമ്മളെ കൂടെ വന്നൊരാൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കമ്മീഷൻ കിട്ടും. എത്ര? ഒരു 12% കിട്ടും. മനസ്സിലായോ? എന്റെ കൂടെ ഉള്ള ഓരോരുത്തരും 100 പേസ്റ്റ് എടുത്താൽ 100 പേസ്റ്റ് ഓരോ പേസ്റ്റ് ഞങ്ങൾക്ക് 10 രൂപ വെച്ച് കിട്ടും. നല്ല കാര്യമല്ലേ? അപ്പൊ ആ രീതിയിലുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കലാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിന് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വന്ന പുതിയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇത് മനസ്സിലാക്കാം. കാരണം ഇത് നമ്മളൊരു കോഴ്സ് പോലെ എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമല്ല. ഞാൻ വെബ് ഡിസൈനും ഗ്രാഫിക് ഡിസൈനും പഠിച്ചിട്ടുണ്ട്, 2.5 വർഷം പോയിട്ടുണ്ട്. അത് പഠിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റൂ? പ്രവർത്തിക്കാൻ പറ്റൂ. ശരിയല്ലേ? ഒരു ഡിഗ്രി കോഴ്സിന് പോയി കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടൂ. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അല്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നതനുസരിച്ച്. ഇന്ന് ഈ ബിസിനസ്സിൽ വന്നു, നിങ്ങൾക്ക് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 നമ്പർ കിട്ടും. ഈ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഔട്ട്ലെറ്റ് പോയി സാധനം എടുക്കാം. അത് നിങ്ങളോട് ഉപയോഗിക്കാനാണ് പറയുന്നത്. അപ്പൊ ഉപയോഗിക്കാൻ പഠിച്ചു, പ്രൊഡക്റ്റ് എടുക്കാൻ പഠിച്ചില്ലേ? ഇതുപോലത്തെ മീറ്റിംഗ് എല്ലാ ആഴ്ച നടക്കുമ്പോൾ മീറ്റിംഗും വന്നതിന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത് നിരന്തരം നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ കൂടെ വന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് കൂടും? ബിസിനസ് ബിൽഡ് ആവും. കാരണം ഈ ബിസിനസ് ഞാൻ പറഞ്ഞ എഡ്യൂക്കേഷന്റെ ആവശ്യമില്ല. ചോദിച്ചിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞില്ലേ, എഡ്യൂക്കേഷൻ ആവശ്യമുണ്ടോ? വേണോ? ആണെന്നോ പെണ്ണെന്നോ വേണോ? ഇല്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം 18 വയസ്സാവണം. എന്താവണം? 18 വയസ്സാവണം എന്നുള്ളൂ. ഇവിടെയുള്ള എല്ലാവർക്കും 18 വയസ്സായിട്ടില്ലേ? നിങ്ങൾ ചെയ്യുന്ന ഏത് മേഖലയിൽ കൂടി പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം കിട്ടുന്ന വരുമാനം ഇവിടെ കൂടുതലാണെങ്കിൽ ഏതാ ചെയ്യാം? മാസം 15,000 കിട്ടുന്നു, ഇവിടെ ആഴ്ച 15,000 കിട്ടും. ഏതാ ബിസിനസ് ചെയ്യാം? ഏതാ അടിപൊളി ബിസിനസ്? ആഴ്ച കിട്ടുന്നല്ലേ? ശരിയല്ലേ? അപ്പൊ ആഴ്ച കിട്ടുന്ന പരിപാടി ഒഴിവാക്കിയിട്ടാണ് പലരും ചെയ്യുന്നത് മാസം കിട്ടുന്ന പരിപാടിക്ക് പോകുന്നത്. കാരണം ജോലി ചെയ്താൽ, ഞാൻ പറഞ്ഞ പോലെ ജോലി ചെയ്താൽ ആ ചെയ്തതിന് മാത്രമാണ് എന്ത് കിട്ടുള്ളൂ? പൈസ കിട്ടുള്ളൂ. പക്ഷേ നമുക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, ഞാൻ 2022 കാർ എടുക്കുന്നതിന് കുറച്ച് മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ബൈക്കിൽ നിന്ന് വീണു. ഏകദേശം 2 ആഴ്ച ബെഡ് റെസ്റ്റ് ആണ്. ആ റെസ്റ്റ് എടുക്കുന്ന സമയത്തും 10 ലക്ഷം രൂപയുടെ കച്ചവടം ഐ ഡി നടക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, വീട്ടില് ആക്സിഡന്റ് ആയി വീട്ടിൽ കിടക്കുന്ന സമയത്തും എന്റെ ഐഡിയിലൂടെ എന്ത് നടന്നിട്ടുണ്ട്? 10 ലക്ഷം രൂപന്റെ മേലെ കച്ചവടം നടന്നിട്ടുണ്ട്. അതിന്റെ കമ്മീഷൻ കിട്ടിയിട്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം. ഇപ്പൊ നോമിനി ഫെസിലിറ്റി ഒക്കെ പറഞ്ഞില്ലേ? ഈ ബിസിനസ് പറയുന്നത് നമ്മളെ ഫാമിലിക്ക് വേണ്ടിയാണ്. അപ്പൊ ആ ഫാമിലിനെ നമുക്ക് പല ടൈപ്പ് കമ്പനി പല ടൈപ്പ് ഇൻകം തരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 2 ടൈപ്പ് ഇൻകം പറഞ്ഞുള്ളൂ അല്ലെ? റീറ്റെയിൽ ഇൻകം. പലരും ചിന്തിക്കും ഇത് ബാഗ് തൂക്കി വിൽക്കുന്ന പരിപാടിയല്ലേ. അങ്ങനെ ചിന്തിച്ചാരെങ്കിലും ഉണ്ടോ? പുതിയ ആൾക്കാരാണ് ചിന്തിച്ചോ? അതായത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമ്മുടെ ബിസിനസിന്റെ പേരെന്താണ്? ഹലോ, കമ്പനിയുടെ പേര് MI ലൈഫ് സ്റ്റൈൽ ആണ്. പക്ഷെ നമ്മളെ ഈ ഒരു മേഖലയുടെ പേര് എന്താണ്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നാണ് അല്ലെ? ഇവിടെ പലരും ചിന്തിക്കുന്നത് മാർക്കറ്റിംഗ് ഫീൽഡ് ആണ്. നമ്മൾ എന്താണ്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക, പുതിയ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുക. കാരണം ഞാൻ കണ്ണൂരിൽ വന്ന സമയത്ത് മലപ്പുറത്തിന്റെ സാധ്യത മനസ്സിലാക്കി. ഹലോ, ഇന്ന് മലപ്പുറത്ത് ഞാൻ 4 വർഷമായി. മനസ്സിലായോ? മലപ്പുറത്ത് ഞാനിപ്പോ 4 വർഷമായി. ഇന്ന് മലപ്പുറം ജില്ലയിൽ ഒരുപാട് ടീം കോർഡിനേറ്റേഴ്സും പല ലീഡേഴ്സും എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ടീമിൽ തന്നെ 2,10,000 എന്നോട് ചോദിച്ചു, ഇത് നിനക്ക് മാത്രം കിട്ടും, നിനക്ക് അതിനുള്ള തൊള്ളുണ്ട്, സംസാരിക്കാൻ പറ്റും, നിന്റെ കൂടെ വന്നൊക്കെ പറ്റൂല. പക്ഷെ അതും ഞാൻ തെളിയിച്ചു കൊടുത്തു. അതിന്റെ പിറ്റേത്തെ വർഷം എന്റെ കൂടെ വന്ന വ്യക്തിക്കും ഇതേ 2,10,000 രൂപ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി മലപ്പുറം ജില്ലയിൽ തന്നെ 1 ലക്ഷത്തിന് മേലെ വാങ്ങിക്കുന്ന നിങ്ങൾക്ക് ആൾക്കാരെ കാണിച്ച എന്റെ ടീമിലുണ്ട്. ഹലോ, മനസ്സിലായോ? ഇന്ന് 2,10,000 വാങ്ങിച്ച ആൾക്കാർ നമ്മളെ പുറകിൽ വേറെ ലീഡേഴ്സ് ഉണ്ട് ഇല്ലേ? അപ്പൊ മലപ്പുറം ജില്ലയ്ക്ക് ഞാൻ പറഞ്ഞ ഒരുപാട് സാധ്യത ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഈ ബിസിനസ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ശരിയല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലുണ്ടോ? എന്നെ കൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുമോ ചിന്തിക്കുന്ന ആരെങ്കിലുണ്ടോ? ഹലോ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ആ ചിന്ത ഉണ്ട്, അത് മാറ്റി നോക്കി. കാരണം എന്നെ കൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു 4 ആളെ മുന്നിൽ നിന്ന് നേരെ സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. എന്താണ്? 4 ആളെ മുന്നിൽ കോളേജിൽ പഠിക്കുമ്പോൾ, എന്റെ കോളേജിലെ സുഹൃത്തിലേക്ക് കാണുവാണെങ്കിൽ ചോദിച്ചാൽ മതി. 4 ആളെ മുന്നിൽ ടീച്ചേഴ്സിന്റെ ഒരു നമ്മളെ ഈ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ വൈവ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. പോയാൽ അറിയാൻ പറ്റും.
അതായത് പ്രസന്റ് ചെയ്ത് കൊടുക്കണം ടീച്ചേഴ്സിന്. അപ്പൊ ആ പ്രസന്റ് ചെയ്യാൻ എനിക്കറിയില്ല. കാരണം എന്താണ്, നാലാളെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്, വേറെ വരും. ഇന്ന് നിങ്ങൾ ഇത്രയും ആൾക്കാരില്ലേ, എന്റെ മുഖത്ത് ആ പേടി തോന്നുന്നുണ്ടോ? ഇന്ന് 100 1000 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടിയത് ഈ ബിസിനസ്സിൽ വന്നുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് ബിസിനസ് വേറെ ലെവലാണ്. അപ്പൊ നിങ്ങൾക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ബിസിനസ്സിൽ, നിങ്ങൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഒരുപാട് അംഗീകാരം. ഇന്ന് എനിക്ക് ഒരു പൂവെല്ലാം തന്നില്ലേ? ഹലോ, നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഇതേപോലുള്ള പൂക്കളെല്ലാം നിങ്ങൾക്ക് കിട്ടണ്ടേ? വേണ്ടേ? നിങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾക്കും ഇത് എത്തിച്ചേരും. അതിനുള്ള ഒരുപാട് പ്രോഗ്രാംസുകൾ ലീഡേഴ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാ നേട്ടങ്ങളും ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ പ്രവർത്തനം അടിപൊളിയാൽ മതി. ഹലോ, കാരണം ഈ ബിസിനസ്സിൽ പറ്റിച്ചുകൊണ്ട് ചെയ്യുന്ന ബിസിനസ് അല്ല. നിങ്ങൾക്ക് എത്ര വരുമാനമാണോ നിങ്ങൾ ആഗ്രഹിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ പണിയെടുക്കുക. കാരണം നമ്മൾ ഇപ്പൊ എന്റെ ബ്രദറിന്റെ ഷോപ്പിൽ നേരെ ഓപ്പോസിറ്റ് വേറൊരു ഷോപ്പുണ്ട്. അവിടെ എന്ത് സംഭവിച്ചു? കോമ്പറ്റീഷൻ സംഭവിച്ചില്ലേ? ശരിയാണല്ലോ. ഒരു ഷോപ്പ് തുടങ്ങി ഒരാൾ സക്സസ് ആയി കാണുമ്പോൾ അടുത്ത തുടങ്ങിക്കാൻ എന്തായി? അത് കോമ്പറ്റീഷൻ അല്ലേ? പക്ഷെ ഈ ബിസിനസ്സിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ താഴെ വന്ന ഒരാള് അയാൾ അടിച്ച് ബിസിനസ് കയറ്റുന്നു, ആയിരിക്കും അതിന് നഷ്ടമുള്ളത്? നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? കാരണം ആ ബിസിനസ് കയറുന്നൊക്കെ നമുക്ക് കിട്ടൂലേ? ഈ ബിസിനസ് നമ്മളോട് ഒരു ശത്രു വന്ന് ബിസിനസ് ചെയ്താലും ആയിരിക്കാം ഗുണം? അതാണ് ഈ ബിസിനസ് ഏറ്റവും വലിയ മഹത്വം. നമ്മുടെ കൂടെ ആര് വന്നാലും അവരെ വിജയിപ്പിക്കാനുള്ള ദൗത്യമാണ് ആര് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ അത്രയും വലിയ എളുപ്പമുള്ള ഒരു ബിസിനസ് ആണ്. ഞാൻ പറഞ്ഞ എളുപ്പമുണ്ടെങ്കിൽ പെട്ടെന്ന് സക്സസ് ആകാൻ പറ്റൂലേ എന്ന് കരുതി ഐഡിയ അടിച്ച് വീട്ടിൽ കടന്നുറങ്ങിയിട്ട് സാറേ എനിക്ക് വരുമാനം വരുന്നില്ല എന്ന് പറഞ്ഞാല് നടക്കുമോ? പണിയെടുക്കണം. എന്നാ വലിയ പണിയുണ്ടോ? ചെറിയ ചെറിയ പണികളാണ് ഇവിടെ ഉള്ളൂ. അതായത് ഇന്ന് ഇവിടെ പ്രോഗ്രാം ഇത്ര ആൾക്കാർ വന്നില്ലേ, ഇന്ന് നിങ്ങളുടെ കൂടെ ആരെങ്കിലും വന്നാൽ അവർക്ക് ഈ കാര്യം മനസ്സിലാവൂലേ? സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, പോവുക. കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം എന്താ അറിയോ? ഞാൻ ഈ പ്ലാൻ അന്ന് രാത്രി കേട്ടു. പിറ്റേ ദിവസം നമ്മളെ ബസ് സ്റ്റോപ്പിൽ കുറച്ച് ആൾക്കാർ ഇരിക്കാറുണ്ടായിരുന്നു. നമ്മളെ ഫ്രണ്ട്സായിട്ട് ഇരിക്കുമല്ലോ. ആ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് ഞാൻ പറഞ്ഞു, എടാ നല്ലൊരു പരിപാടി ഉണ്ട്, ആഴ്ചയിൽ 2,10,000 കിട്ടും, ഒന്നുമില്ല സോപ്പും പൈസയും വിറ്റാൽ മതി. എന്താ പറഞ്ഞേ? സോപ്പും പൈസയും വിറ്റ് ആഴ്ചയിൽ 2,10,000 കിട്ടും. അപ്പൊ അതിലൊരുത്ത എന്നോട് ചോദിച്ചു, നിന്റെ ഏട്ടനിക്കല്ലേ ഷോപ്പുള്ളേ, അവിടെ എന്താ വിൽക്കുന്നത്? സോപ്പും പൈസയും അല്ലേ? എന്നിട്ട് ഏട്ടനിക്ക് 2,000. അപ്പൊ ഞാൻ ശരിയാണല്ലോ, മനസ്സിലായി, നമ്മളവിടെ ബ്ലോക്ക് ആക്കിയില്ലേ? നിങ്ങൾ ഇതുമാതിരി ബ്ലോക്ക് ആക്കാൻ കുറെ ആളുണ്ടാവും. ശരിയാണല്ലോ. അപ്പൊ അതിന് ആദ്യം ആര് റെഡിയാവണം? ഇന്ന് ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം എന്റെ ഈ ഒരു റാങ്ക് ഒക്കെ വന്ന സമയത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടതും അതിലെ പല വ്യക്തികൾ എന്നോട് ചോദിച്ചു, എടാ ഇന്റെ പരിപാടി എനിക്ക് തുടങ്ങാൻ പറ്റുമോ? ഗൾഫിലെ ആകെ അവസ്ഥയാണ്, കിട്ടുന്ന പൈസ എത്തുന്നില്ല. കാരണം എന്റെ ലൈഫ് ഇപ്പൊ അവർ കാണുന്നതറിയോ? ഞാനിപ്പോ ഈ മീറ്റിംഗ് എടുക്കുന്ന ട്രെയിനിങ് എടുക്കുന്ന അധികം സ്റ്റാറ്റസ് ഇടാറില്ല. ഞാൻ യാത്രകൾ മാത്രമേ ഇടാറുള്ളൂ. ഹലോ, ഞാനിപ്പോ കൊണ്ടോട്ടിൽ നിന്നാണ് വന്നത്. ഇപ്പൊ നിലമ്പൂരെത്തിയ യാത്രയല്ലേ? ഓക്കെ, ഇനി നാളെ മറ്റന്നാള് കണ്ണൂരേക്ക് പോകുമ്പോൾ കണ്ണൂരെ യാത്ര ഇടൂലേ? അപ്പൊ പുറമെ കാണുന്നൊക്കെ എന്താ ചോദിക്കുക എന്നോട്? ഇപ്പൊ പല മീൻസ് നമ്മൾ അടുത്തറിയുന്നുണ്ടല്ലേ, ശരിക്കും എന്റെ പരിപാടി എന്നാ, നീ എപ്പോ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നേ, ഇങ്ങനെ ചോദിക്കുന്നേ. നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോൾ പലരും ചോദിക്കൂലേ? ശരിയാണല്ലോ. കാരണം ഈ ബിസിനസ് ഞാൻ പറയല്ലോ, എന്റെ ഈ പ്രായത്തിൽ, കാരണം നിങ്ങളെ മക്കളൊക്കെ ഈ പ്രായത്തിലുള്ള ആൾക്കാരുണ്ടാവും, പലരും ആഗ്രഹിക്കുന്ന ജോലി ചെയ്തിട്ട് യാത്ര ചെയ്യണമെന്നാ. ശരിയാണല്ലോ? ശരിയല്ലേ? ഒരു 6 മാസം പണിയെടുക്കുക, അതിലൊരു 3 ദിവസം യാത്ര ചെയ്യുക, ഇങ്ങനെയല്ല പലരും ആഗ്രഹിക്കുന്നത്. ശരിയാണല്ലോ? എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 10-12 ദിവസത്തിൽ കാസർഗോഡ്, അതുപോലെ തന്നെ കർണാടക, മലപ്പുറം, ഇങ്ങനെയുള്ള പല ജില്ലകൾ കറങ്ങിയിട്ടാണ് ഞാൻ എത്തിയത്. ഒന്ന് ആലോചിക്കട്ടെ, യാത്ര അടിപൊളിയല്ലേ? ഇനി അതുപോലെ തന്നെ പേഴ്സണാലിറ്റി പലർക്കും ഇല്ലേ. കാരണം ഇങ്ങനെ ഒരു സൂട്ട് ഇടണമെങ്കിൽ ഒരു സാധാരണക്കാരൻ എപ്പോ സൂട്ടിടാ? ഹലോ, എപ്പോ ഇടാ? ശരിയാണല്ലോ, കല്യാണത്തിനല്ലടാ. ശരിയല്ലേ? പക്ഷെ ഈ ബിസിനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നേട്ടങ്ങൾ. ഇന്ന് പറയുകയാണെങ്കിൽ ആദ്യം തുടക്കത്തിൽ ഒരു സൂട്ട് പോലും വാങ്ങാനുള്ള അവസ്ഥ ഉണ്ടായില്ല. പക്ഷെ ഇന്ന് ആ രീതിയിലേക്ക് വളരാൻ പറ്റിയത് ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വെച്ചിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എന്തായാലും അടുത്തൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ റിനോവേഷൻ ആണ്. അതിന്റെ പ്ലാൻ വരച്ചു. കാരണം വീട് ഇങ്ങനെയുള്ളത് അത് നേരെ ഇങ്ങനെയാക്കണം. അപ്പൊ അതിന്റെ പ്ലാൻ വരക്കാൻ തന്നെ ഏകദേശം 80,000 അല്ലെങ്കിൽ 1,00,000 രൂപ എന്ന് പറഞ്ഞത് വരക്കാനുള്ളത്. പക്ഷെ എസ്റ്റിമേറ്റ് എടുത്ത സമയത്ത് 20 to 25 lakh ആണ് പറഞ്ഞത്. ഹലോ, അടുത്ത ടാർഗറ്റ് അതിനു വേണ്ടി ഇപ്പൊ പ്രവർത്തിക്കും. കാരണം ഇന്ന് ഞാൻ വർക്ക് ചെയ്തില്ല, എന്റെ അക്കൗണ്ട് വരുമാനം കിട്ടും. കാരണം എന്താ, താഴെയുള്ള വ്യക്തികൾ അവർക്ക് കൊണ്ട് സാധനം എടുക്കൂലേ, പർച്ചേസ് നടക്കൂലേ? പക്ഷെ വലിയ ടാർഗറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താവും, കുറച്ചും കൂടി അധ്വാനം കൂടും. ശരിയാണല്ലോ? അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ദൈവം ആരോഗ്യ ആയുസും തരുവാണെങ്കിൽ ഒരു BMW ഒരു iX വണ്ടി എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും അതിന്റെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു. ആഗ്രഹങ്ങൾ വലുതാകാം, സ്വപ്നങ്ങൾ വലുതാക്കാം. ആ സ്വപ്നങ്ങൾ നിങ്ങൾ കാണാൻ റെഡിയാണെങ്കിൽ, കാരണം പലരുടെയും ചിന്ത എന്താ, നമ്മൾ പണ്ടേ പഠിപ്പിച്ച കാര്യമാണ്, വലിയ സ്വപ്നങ്ങളൊന്നും കാണരുത്, അതല്ല അവർക്കുള്ളതാണ്. മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കും. ശരിയാണല്ലോ? നമ്മളെ വീട്ടിലുള്ള ആളുകളുടെ സ്വപ്നം കാണൂ. ഇന്ന് നേട്ടങ്ങൾ നേടിയ പലരും ഇല്ലായ്മയെന്ന് നേടിയതാണ്.
നിങ്ങൾ നോക്കിയാൽ മതി, ഏതൊരു സ്റ്റോറി എടുത്താലും ഇന്ന് സക്സസ് ആയ സ്റ്റോറി എടുത്താലും അവരെ ഇല്ലായ്മയെന്ന് വന്ന ആളാണ്. ശരിയല്ലേ? സെലിബ്രിറ്റികൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് മേഖലയിലുള്ള ആൾക്കാരെ നോക്കിയാൽ മതി, അവരൊക്കെ ഇല്ലായ്മയെന്ന് വന്നതാണ്. പക്ഷെ അവർക്കൊക്കെ ഒറ്റ തീരുമാനമുണ്ട്, വിജയിച്ചേ പറ്റൂ എന്നുള്ളത്. ശരിയല്ലേ? നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് സക്സസ് ആയിക്കാൻ ഈ പ്രതിസന്ധി ഉണ്ടാവോ? നിങ്ങൾക്ക് ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാവില്ലേ, ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പക്ഷെ ഇത് നിങ്ങൾക്ക് മാറാൻ നിങ്ങൾ സക്സസ് ആയ പോരെ. ഹലോ, ഞാൻ പറഞ്ഞത് മനസ്സിലില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചെലവാക്കാനുള്ള പൈസ പിന്നെ ഇന്ന് പേടിക്കണ്ടോ? അപ്പൊ അത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരേണ്ട എളുപ്പ വഴിയിലൂടെ, അതായത് നിങ്ങൾക്ക് വളരെ ഷോർട്ട് കട്ട് ആയിട്ട് ഈ ബിസിനസ് ഉണ്ടാക്കാം. എന്നാൽ ആരെയും പറ്റിച്ചിട്ടോ വെട്ടിച്ചിട്ടോ ഉണ്ടാക്കേണ്ടല്ല, സത്യസന്ധമായ രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളെ കയ്യിൽ കിട്ടിയ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഹലോ, കമ്പനി ഒരു കയ്യടി ഉഷാറായിട്ട് കൊടുക്കാം. കാരണം ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ ആയുഷ് പ്രീമിയം എന്ന സർട്ടിഫിക്കേഷൻ 30ഓളം പ്രൊഡക്റ്റുകൾക്ക് ഉണ്ട്. പല കമ്പനിക്കും അത്രയും ഇല്ല. നിങ്ങൾ ആലോചിക്കട്ടെ, ഇത്രയും നല്ല കമ്പനി പ്രൊഡക്റ്റുകൾ ഒരു തവണ ഉപയോഗിച്ചാൽ, കാരണം എനിക്ക് തോന്നുന്നു ഇത്രയും ഞാൻ സംസാരിച്ച പലരും പറഞ്ഞത് പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ആണ്. ശരിയല്ലേ? പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ആണ്. ഞാനും ഫസ്റ്റ് പ്രൊഡക്റ്റിന്റെ റിസൾട്ട് വന്ന ആളാണ്. കാരണം ഇങ്ങനെയുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഞാൻ എതിർപ്പുള്ള ആളാണ്. ഹലോ, എന്റെ ഫ്രണ്ട് സർക്കിളിൽ പലരും വേറെ കമ്പനി ചെയ്യുന്ന സമയത്ത് ഞാൻ അവരെ എതിര് പറഞ്ഞ ആളാണ്. അതേ വ്യക്തി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെ? ഇത് മനസ്സിലാക്കി. കാരണം തുടക്കത്തിൽ ഇത് മനസ്സിലാക്കില്ല. നിങ്ങളോട് എതിർ അഭിപ്രായം പറയുന്ന ആൾ, ഇതിന് നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് ഇത് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നവരെ നിങ്ങൾ കൊടുത്താൽ മതി. മനസ്സിലാക്കുന്നില്ലേ? അവർ മനസ്സിലാക്കുന്നവരുടെ സമയമാണ് നിങ്ങളെ എഫേർട്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെയും കാട്ടി പവർഫുൾ ആയിട്ട് ആര് ബിസിനസ് ചെയ്യും? ആ വ്യക്തികൾ ചെയ്യും. എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പുതിയ വന്ന ആൾക്കാർ ഒറ്റ കാര്യം പറയാ, നിങ്ങളുടെ വീട്ടിലേക്കുള്ള നിത്യ ഉപയോഗിക്കുന്ന സാധനം ബ്രാൻഡും ഷോപ്പും ഒന്ന് മാറ്റാം. നിങ്ങൾ ഇന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക. കാരണം നിങ്ങൾ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ സ്റ്റാർട്ടപ്പ് ആയി. നിങ്ങൾ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ആ പരിചയപ്പെടുത്താക്കുകയും ബന്ധങ്ങളുണ്ടാവും. ശരിയല്ലേ? എന്നെ പോലത്തെ ഒരു ബന്ധങ്ങളുള്ള ഒരു കോൺടാക്ട് താഴെ വന്നാൽ ഒരു വരുന്നൊരു 1-2 വർഷം കൊണ്ട് കോടികൾ ബിസിനസ് നടക്കൂലേ? അപ്പൊ അത് നിങ്ങൾക്ക് മിസ്സാവണ്ടെങ്കിൽ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സംശയങ്ങളൊക്കെ തീർത്തുകൊണ്ട് ഈ ബിസിനസ് ശക്തമായി ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും മലപ്പുറം ജില്ലയിലെ ഈ ഒരു നിലമ്പൂർ GTS വളരെ മനോഹരമായി നമ്മളെ സുരേഷ് സാറും അതുപോലെ തന്നെ മറ്റുള്ള ലീഡേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മീറ്റിംഗ് ഒക്കെ വെക്കുന്നത്. എന്തായാലും എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും ഞാനും അറിയിക്കുന്നു. ഒരു കണ്ണൂരുകാരൻ എന്ന രീതിയിലല്ല, എനിക്കിപ്പോ ജില്ലയില്ല, എല്ലാം നമ്മളെ ജില്ലയാണ്. ഹലോ, മനസ്സിലായോ? കർണാടക എനിക്ക് സംസാരിക്കാൻ അറിയില്ല. പക്ഷെ കർണാടകയിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വന്നത് 25 ലക്ഷത്തിന് കച്ചവടം. ഹലോ, കർണാടക സംസാരിക്കാൻ അറിയില്ല. ഒന്ന് ആലോചിക്കട്ടെ. ഇതാണ് ഈ ബിസിനസിന്റെ പവർ. എനിക്ക് ആകെ മലയാളം അറിയും. ഹലോ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? എനിക്ക് മലയാളം സംസാരിക്കരുത്. തമിഴ്നാട്ടിൽ നിന്നും കച്ചവടം വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കട്ടെ. തമിഴ് അറിയില്ല, കന്നഡ അറിയില്ല, ആന്ധ്ര അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഇന്ത്യയിൽ ഇപ്പൊ എത്ര ഭാഷകളുണ്ട്? ഒരുപാടില്ലേ? അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കച്ചവടം വേണോ? 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 അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് കുറിച്ച് ഒന്ന് പഠിക്കുക. അങ്ങനെ മീൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിലേക്ക് ഈ ബിസിനസ് എത്തിക്കുക. എല്ലാവരും ആഴ്ചയിൽ 2,10,000 കിട്ടുന്നുള്ള ആ മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഞാൻ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് വിത്തിൻ 2 ഇയർ കൊണ്ട് എനിക്ക് അത് നേടാൻ വേണ്ടി പറ്റി. നിങ്ങളും ആഗ്രഹിക്കുകയാണെങ്കിൽ അതിലും നേരത്തെ എത്താൻ പറ്റും. കാരണം ഇത്തരത്തിൽ പോസിറ്റീവ് സമയത്താണ് നിങ്ങൾ എത്തിപ്പെട്ടത്. നമ്മളൊക്കെ വന്ന സമയത്ത് പോസിറ്റീവ് അല്ല, ഇപ്പൊ നല്ലൊരു പോസിറ്റീവ് സമയമാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ ഒരു മീറ്റിംഗിലേക്ക് എത്തിയ എല്ലാവർക്കും ഞാൻ ആശംസ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മലേഷ്യ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ നല്ലൊരു കാര്യം